ഒപ്പം കെ അഖിലും എന്തായാലും ജി സുകുമാരൻ നായരെയും NSSനെയും പിന്തുണച്ച CPM നേതാവ് പി രാജീവ് നിലപാട് സ്വീകരിക്കുന്നവരെ അധിക്ഷേപിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുകയാണ് എന്ന് പി രാജീവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. NSS സംഘടനയാണ് വിഷയത്തിൽ പ്രതികരിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതിയെയും BJPയെയും പി രാജീവ് രൂക്ഷമായി വിമർശിച്ചു. NSSന്റെ സംഘടനയാണല്ലോ, അവരുടെ കാര്യം ആ സംഘടനയുടെ ഭരണഘടന ഉപരാഷ്ട്രപതി അത് അവരുടെ സംവിധാനം അനുസരിച്ചിട്ടാണല്ലോ അവർ നടത്തുന്നത്. അപ്പോൾ ഒരു നിലപാട് സ്വീകരിക്കുന്നവരെ അധിക്ഷേപിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. ഞാൻ പറഞ്ഞത് ഇവിടെ കേരളത്തിൽ ഇപ്പം എന്താണ് നടക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. YS അഭിനന്ദ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. YS അഭിനന്ദ, പെരുന്ന വിശദീകരിക്കുന്നത് ഒരു നിലപാടിന്റെ ഭാഗമായിട്ടല്ല, പ്രോട്ടോകോൾ പ്രശ്നമാണെന്നാണ് പി രാജീവ് പറയുന്നത്. നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരായ ശ്രമമാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ്. മധു, അങ്ങനെ തന്നെയാണ് CPIM നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. പി രാജീവാണ് റിപ്പോർട്ടറിനോട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ദില്ലിയിലെ NSSന്റെ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള ജി സുകുമാരൻ നായർക്കെതിരായ ഉപരാഷ്ട്രപതിയുടെ പരാമർശം. ഉപരാഷ്ട്രപതിയുടെ പരാമർശത്തിലാണ് പി രാജീവിനോട് പ്രതികരണം തേടിയത്. അപ്പോൾ പറഞ്ഞത് ഇപ്രകാരമാണ്: നിലപാടുകൾ സ്വീകരിക്കുന്നവരെ അധിക്ഷേപിക്കാനുള്ള ശ്രമമായി മാത്രം കണ്ടാൽ മതിയെന്നാണ് CPM വ്യക്തമാക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ CPM ജനറൽ സെക്രട്ടറി MA ബേബി കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിനോട് നമ്മൾ പ്രതികരണം ചോദിച്ചപ്പോൾ ആ നിലപാട് സംസ്ഥാന നേതൃത്വം കൃത്യമായി പഠിച്ചതിന് ശേഷം പറയുമെന്നായിരുന്നു. പി രാജീവ് എന്തായാലും പറയുന്നത് ഒരുപാട് അധിക്ഷേപങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിക്കുന്നു. അദ്ദേഹം അല്ലാതെ പറയുന്നതും സമുദായ നേതാക്കളെ ഉന്നമിട്ടുകൊണ്ട് BJP ലക്ഷ്യം വെച്ച് BJPയുടെ ഒരു ഗൂഢലക്ഷ്യം നടക്കുന്നു, അതിന്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതി എന്നുള്ള ധ്വനി കൂടി എന്തായാലും അതിനകത്തുണ്ട്. നിലപാടാണ് സ്വീകരിച്ചത്. ആ നിലപാട് പറയുന്നവരെ അധിക്ഷേപിക്കുന്ന സാഹചര്യം എവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നും എന്തായാലും പി രാജീവ് പ്രതികരിച്ചിരിക്കുകയാണ്. ഈ പ്രോട്ടോകോൾ സുരക്ഷയുടെ ഭാഗമായുള്ള പ്രോട്ടോകോൾ ഒക്കെ പേര് പറഞ്ഞായിരുന്നു ജി സുകുമാരൻ നായർ ഇത്തരത്തിലേക്കുള്ള അനുമതി നിഷേധിച്ചത് എന്ന് BJP വൃത്തങ്ങൾ പറഞ്ഞു. ഉപരാഷ്ട്രപതി തന്നെ ഇന്നലെ ദില്ലിയിലെ NSS സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്ത് അത്തരത്തിലേക്കൊരു പരാമർശം നടത്തി. അതിന് പിന്നാലെയാണ് CPIM നേതാവ് ഇത്തരത്തിലേക്കൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. MV ഗോവിന്ദന്റെ പ്രതികരണം അല്പസമയത്തിനകം തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് NSSന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം വന്നതിന് പിന്നാലെ നിലപാട് സ്വീകരിക്കുന്നവരെ അധിക്ഷേപിക്കുന്നുവെന്ന് CPM നേതാക്കളും BJPക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു.